പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വാർഷിക ധ്യാനം ഇന്നലെ കഴിഞ്ഞോട്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രത്യേകം നന്ദി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 26-24. അവിടെ ഇസഹാക്കിനോട് പറയുന്ന ഭാഗമാണ്. ആ രാത്രി തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു. എന്നിട്ട് പറയാണ്, നിന്റെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതായത് പിതാവായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. രണ്ട് കാര്യങ്ങൾ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആ രാത്രിയിൽ ദൈവമായ കർത്താവ് ഇസഹാക്കിനോട് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രാത്രികൾ എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യണം. ഈ അടുത്ത കാലത്ത് കുറേ ധ്യാനത്തിന് മുമ്പൊക്കെ ആയിട്ട് കുറേ പേരായിട്ട് സംസാരിക്കാനായിട്ട് ഇടയായപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് മുഴുവൻ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. അതായത് ഇത് കണ്ടുകൊണ്ടാണ് പലരും ഉറങ്ങുന്നത്. വാട്സപ്പ് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എല്ലാവരും ഇത് മുഴുവൻ തലയിൽ കയറ്റിക്കോട്ടെ. എങ്ങനെയാണ് പ്രിയ സഹോദരൻ ദൈവം നമ്മളോട് എങ്ങനെ സംസാരിക്കും? ആ രാത്രിയിൽ, അതിൽ പറയുന്നത് ആ രാത്രിയിൽ തന്നെ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു. ഇന്ന് പ്രിയ സഹോദരൻ, നമ്മുടെ പൂർവികരൊക്കെ വളരെ ശാന്തതയോടെ കിടന്ന് നേരത്തെ എഴുന്നേറ്റ് ദേവാലയത്തിൽ പോയി, ഇന്നുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ അവർ ശരിക്ക് കർത്താവിനോട് ചേർന്ന് നിന്നിരുന്നുവെങ്കിൽ നമ്മുടെ ഈ കഴിക്കുന്ന ഇപ്പോൾ ഡിപ്രഷൻ്റെയും മറ്റും മരുന്നുകളൊന്നും അവർ കഴിച്ചിരുന്നില്ല. കാരണം അവർക്കൊരു ദൈവാശ്രയബോധം, പ്രത്യേകിച്ച് അവരുടെ രാത്രികൾ അവർ കുറേ കൂടി വിശുദ്ധമായിട്ട് അവർ ചെലവഴിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രാത്രിയുടെ ഒരു സാങ്ക്ടിറ്റി ഉണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതത്തിൽ എഴുന്നേൽക്കേണ്ടവനാണെന്ന തിരിച്ചറിവോട് കൂടിയിട്ട് വ്യാപരിക്കുക എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ കുറേ കൂടി നമ്മളുടെ രാത്രികൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒരു പരിധിയിൽ കവിഞ്ഞൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, മദ്യപാനം പോലെ, ലഹരി പോലെ അതൊരു അഡിക്ഷനാണ്. നമ്മളത് നിർത്തിയില്ലെങ്കിൽ നമ്മെ നശിപ്പിച്ച് കളയും. രണ്ടാമത്തേതാണ് നമ്മൾ കാണുന്നത്, ഞാൻ എന്ന അമ്മ എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മകനായ ഇസഹാക്കിനോട് പറയാണ്, നിന്റെ അപ്പൻ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ തലമുറ, എനിക്ക് എൻ്റെ മക്കൾ, അവരുടെ പേരപ്പിള്ളി ഇവരൊക്കെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു കാലയളവിലെ പ്രിയ സഹോദരങ്ങളെ, ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ തിരമാല കണക്ക് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ അബ്രാഹത്തിൻ്റെ വിശ്വാസം, നമ്മൾ വിശ്വാസികളുടെ പിതാവ് അല്ലേ, ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകാൻ പറയുമ്പോൾ അവിടെ നിന്ന് പോവാണ്, പിന്നെ വേറെ നോട്ടമൊന്നുമില്ല. ദൈവം ആവശ്യപ്പെട്ടു, അതനുസരിച്ച് അങ്ങോട്ട് വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ പ്രതി അവനെയും അവൻ്റെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വരും തലമുറയ്ക്ക് കൂടി അത് അനുഗ്രഹമാകത്തക്ക വിധത്തിൽ നമ്മുടെ ഇന്നുകളെ നമ്മൾ നിയന്ത്രിക്കണം. ഇന്ന് ഞാൻ ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര റാഷണലാണ്, ഇന്ന് എനിക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് പള്ളി വേണ്ട, കുർബാന വേണ്ട എന്നുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നാളെ പ്രിയ സഹോദരങ്ങളെ, എന്നിൽ നിന്നല്ലേ എൻ്റെ മക്കളിത് കണ്ടുപിടിക്കേണ്ടത്, എന്നിൽ നിന്നല്ലേ എൻ്റെ പേരപ്പിള്ളേരിത് പഠിക്കേണ്ടത്. ഞാൻ വേണ്ട വിധത്തിൽ പരിശീലിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ എങ്ങനെ എന്നിൽ നിന്ന് ഒരു നല്ല തലമുറ പുറത്തേക്ക് വരും? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാത്രിയുടെ വിശുദ്ധി. രണ്ട്, എന്നിലൂടെ എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഞാൻ അനുഗ്രഹിക്കപ്പെടത്തക്ക വിധത്തിൽ യേശുവുമായിട്ടുള്ളൊരു ബന്ധം എനിക്കുണ്ടാകണം. ഈ ഒരു രണ്ട് കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നാളത്തെ പരിശുദ്ധ കുർബാനയിലെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സമയം ചെലവഴിക്കുന്ന മക്കളുണ്ടെങ്കിൽ മക്കളത് ഭയാനകമാണ്. നമ്മൾ ശരിക്ക് ഈശോയോട് നാളത്തെ ബലിയിൽ പ്രാർത്ഥിക്കണം, ഈശോ എനിക്കിത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ട കൃപ തരണം. രണ്ട്, അപ്പം തന്നെ നമ്മുടെ രാത്രികളെ കർത്താവ് വിശുദ്ധീകരിക്കും. രണ്ടാമത്തെ, എന്നിലൂടെ വരും തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഈ ഒരു രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നാളത്തെ ബലിയിൽ, സാബത്തിലെ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ നിന്ന് ലൂർദ് പള്ളിയിലേക്ക് അഭിമന്യ ജേക്കബ് തുങ്കുഴി പിതാവിൻ്റെ ഭൗതിക ശരീരമായിട്ടുള്ള വിലാപയാത്രയുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. സാധിക്കുന്നവരൊക്കെ അതിൽ പങ്കെടുക്കുമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം, പിതാവിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശു നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.